യൂട്യൂബിലാ വരാൻ പോകുന്ന ഹലോ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറയുടെ മുന്നിലൊക്കെ. ഞാൻ പറഞ്ഞ പോലെ 100 ദിവസത്തെ ചാലഞ്ചിൽ ആദ്യത്തെ ദിവസം ഇങ്ങനെ വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഞാൻ ഇന്നേ വരെ വിചാരിച്ചിട്ടില്ല. പക്ഷെ ആ പറഞ്ഞ ഒരു വാക്കിൻ്റെ പുറത്ത്, അവനോട് ആ ചാലഞ്ചിൻ്റെ പുറത്ത് ഞാൻ യൂട്യൂബ് വ്ളോഗ് തുടങ്ങാൻ പോകാം. ഇനിയുള്ള എല്ലാ ദിവസവും വ്ളോഗ് ഉണ്ടാവും. എങ്ങനെ വീഡിയോ എടുക്കും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു പിടുത്തം നോക്കില്ല. എന്താക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പറഞ്ഞ വാശിൻ്റെ പുറത്ത് ഇനിയുള്ള എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടും. ഇപ്പോൾ തന്നെ നോക്കി ഞാൻ എൻ്റെ വർക്കിംഗ് സൈറ്റിലുള്ളത്. എനിക്കെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ആൾക്കാർ കാണണം, അല്ല നമുക്ക് അതിൽ ക്യാഷ് വരണം, സബ്സ്ക്രൈബേഴ്സ് വരണം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒറ്റ റീസണേ ഉള്ളൂ. അടുത്ത 100 ദിവസത്തേക്ക് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ചെയ്യുക, ഇടുക. അതിനിപ്പോൾ എങ്ങനെ എഡിറ്റ് ചെയ്യണം, ഏതൊക്കെ വീഡിയോ ആഡ് ചെയ്യണം ഒന്നും അറിഞ്ഞൂടാ. എനിവേ ഞാൻ ഓഫീസിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. വണ്ടി മൊത്തം കച്ചറായിരിക്കാം. അപ്പം ഒന്ന് വാഷിന് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. റൂമിലെത്തി ഫ്രഷായി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇത് എന്നെ കൊണ്ട് വീഡിയോ ഇടാൻ പ്രേരിപ്പിച്ചെടുത്തിന് നമ്മുടെ ഫസ്റ്റ് ഇൻട്രോ നോക്കിയിരിക്കുക. വേറെ എങ്ങനെയുണ്ട് ഇൻട്രോ? സൂപ്പർ. എന്ത് പറയാനുണ്ട്? പറയാൻ എന്താണ് പറയുന്നത് നോക്കിയിട്ട്? നോക്കട്ടെ കാണട്ടെ. മറ്റൊരുത്തൻ ജിമ്മിൽ പോയി ലെഗിനും അടിച്ചു വന്നിട്ട് കാലനക്കാൻ വയ്യാതെ ഇവിടെ ഇരിക്കാം. പറ്റണ്ടാ? നീ എന്നോട് എന്ത് പറഞ്ഞ? അടുത്ത കളിയില് ഞാൻ എങ്ങനെ എടുക്കും നീ പറഞ്ഞ? മറ്റേ കട്ടിങ്സ് അടിച്ചിരുന്നോ? കട്ടിങ്സ് ലെഗ് കട്ടിങ്സ്. ഓക്കെ യെസ്, കുറച്ചും കൂടി മുകളിലോട്ട്. എവിടെ പറ എങ്ങനെയുണ്ട് വീഡിയോ? ഇൻട്രോ എങ്ങനെയുണ്ട്? ഒന്നില്ലേലും എന്നെ കൊണ്ട് ബ്ലോഗ് ഇടാൻ പഠിപ്പിച്ച ആളല്ലേ? ആദ്യമായിട്ടാകും. ഇതാണ് ഇപ്പോഴത്തെ റൂമിന്റെ അവസ്ഥ. മൊത്തം അലങ്കോലം. കിച്ചൺ പിന്നെ കാട്ടിക്കണ്ടല്ലോ. ഇപ്പൊ നമ്മള് റൂം കാലിയാക്കുന്ന പ്രോസസ്സിങ്ങിലാണ്. അപ്പൊ വേറെ വീട് നോക്കിയിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യും. നമ്മള് ഫസ്റ്റ് ഇൻട്രോ നോക്കി റിവ്യൂ വേണ്ടി വെയിറ്റ് ചെയ്യാനും. എങ്ങനെയുണ്ട് എഡിറ്റ്? പറഞ്ഞില്ലേ തുടങ്ങൂന്ന് പറഞ്ഞാ തുടങ്ങും, അത്രേ ഉള്ളൂ. നമ്മളെ ചാനൽ നെയിം എന്നില്ല, നമ്മളാണ്. നമ്മളെ മൂപ്പിച്ച ഒരാൾ ഇവിടെ ഉണ്ട്. ജിമ്മി പോയി വന്നോ? ബോഡി കാണിച്ച ഇങ്ങോട്ട് ബാക്ക് യെസ്. ഇവിടെ ഒരു കൊട വയറിനുണ്ട്. ആ വയറങ്ങ് കാണിച്ചു കൊടുക്ക്. എല്ലാരും മൊത്തം ഡോക്ടർ പഠിക്കുക. നോക്ക്, പല്ലും ഏത് വീഡിയോ സെറ്റ് ആവല്ലേ? അത് ഇടയിലൊരു പിന്നെ നമുക്ക് സെറ്റാവും. ഇപ്പൊ ഈ ഒരു വ്ളോഗിന് അത്യാവശ്യം നല്ല ഇത് വരും. കുഴപ്പമില്ല, മതിയല്ലേ? ഏത് അല്ല, നമുക്ക് ഇനി പ്രശ്നമില്ല. നമുക്ക് എന്തായാലും നമുക്ക് ആൾക്കാർ നോക്കിയാലും പ്രശ്നമില്ല, നോക്കിയില്ലാലും പ്രശ്നമില്ല. 100 ദിവസത്തേക്ക് വീഡിയോ, 100 ദിവസത്തേക്ക് വീഡിയോ ആണ്. അത്രേ ഉള്ളു. നമുക്ക് ഇനി എന്ത് കൂട്ടാം? നമുക്കൊരു ചാലഞ്ചിങ് വെക്കാം. എന്ത് മറ്റെന്തെങ്കിലും മൂട്ടേക്ക് എറിയുന്ന ഓരോ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളിക്കാം. റാൻഡം മൂട്ടേക്ക് മറ്റേ വിപ്പിംഗ് ക്രീം തേക്ക. ഏത് മറ്റേ ഫ്ലിപ്പിങ്, ബോട്ടിൽ ഫ്ലിപ്പിങ്, മനസ്സിലായില്ലോ? അതിലും അറിയാത്തവർക്ക് മറ്റത്
അല്ല മൈ അനക്കല്ലേ നേക്കാറിയാവുന്ന ചെയ്താമത്തെ എന്തെന്ന് ഞാൻ ചെയ്യാം 100% ടോക്കിംഗ് 0% വർക്കിംഗ് എന്തുവാ ബ്രോ എഞ്ചിനീയറാണ് നമ്മുടെ റൂമത്തെ വൺ ആൻഡ് ഓൺലി എഞ്ചിനീയർ അപ്കമിങ് എഞ്ചിനീയർ അപ്പൊ തന്നെ എഞ്ചിനീയർ ആണോ അതന്നെ എല്ലാം അറിയാം ചോദിച്ചൊക്കെ എന്തേലും പറഞ്ഞുതരും നീ എന്ത് ചെയ്യുന്നുള്ള അപ്കമിങ് എന്താവും ക്യാരം ബോർഡിന് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം ഞങ്ങൾ എന്താണ് ടേബിളാണ് ഫുഡ് കഴിക്കണ എല്ലാം ആ ആരാ ഇതിന്റെ എടാ ഞാൻ വ്ലോഗ് എടുക്ക സൗണ്ട് വർക്ക് നീ എന്താ ഇങ്ങനെ ആ ഫോൺ എന്താ ഞാൻ ഞാൻ ചെയ്യണോ ബിബിയെ ബിബിയെ ഞാൻ ചെയ്യണോ പറ്റുന്നില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ലേ അനക്ക് ചെയ്യാറിയടി ഇതിനൊക്കെ കുറച്ച് കഴിവാണ് ശിവ ഈ ആരോടാ പറയണ കഴിവിനെ കുറിച്ച് ഇതൊക്കെ നമ്മ പണ്ട് ഡിഗ്രിയിൽ വിട്ട് വന്നത് കോപ്പി അടിക്കുമ്പോ ഒരിക്കൽ കുറിച്ചതേ ഉള്ളൂ ഡീബാർ ആര് കിട്ടി ഒരു കൊല്ലം സസ്പെൻഡ് ചെയ്തു നീടെടുത്തുണ്ടല്ലോ ജിമ്മിന് പോകുന്ന പിടി പിടി അങ്ങട്ടല്ല അത് മുറുക്കലാണ് മണ്ട നേരെ ഓപ്പോസിറ്റ് ഇപ്പൊ എന്ത് ചെയ്യണം നിങ്ങക്ക് ഇത് ഇങ്ങോട്ട് ഈ ക്യാമറ ലാൻഡ്സ്കേപ്പിൽ പിടിക്കും ആ ചെയ്യട്ടെ നമുക്ക് കൈവുള്ളൊക്കെ ചെച്ചു കേട്ടോ കേട്ടോ അതാ മസില് ജിമ്മ് പോണു എല്ലാം ചെയ്യണ് എല്ലാം ചെയ്യണ് എന്നാലും ഒരു സാധനം തുറക്കാൻ വയ്ക്കൂല എന്തിനാ ജിമ്മ് പോണ് ആ എന്തിനാ ജിമ്മ് പോണ്ട് ആവശ്യമില്ലാത്തവർക്ക് ഓരോ ഡയലോഗ് അടിച്ച് ജയിക്കാണ്ട് ഇത് തുറക്കും എന്ത് എന്നിട്ട് കട്ടിയുള്ള ഓടാ തെറിച്ചോ ശിവ മുമ്പ് ഓട്ടിച്ചല്ല അങ്ങനെ അസീബ് തോറ്റു അസീബ് എന്ന മന്മരം വീണു അടുത്താരാ ശരില്ലേ ഇത് നിങ്ങളെ പിടിച്ചോ ആ ശരില് തുറക്കണം കൈമ സ്പിറ്റ് ആവും കട്ടിമ്പലെടുക്കേ അവനെ ഇത് കയ്യാങ്കളി കൊണ്ടല്ല നിനക്ക് മിഷൻ തന്നെ വേണം ബ്ലോഗ് എടുക്ക നീ അതിന്റെ സൗണ്ട് കൂട്ടുന്നു സൗണ്ട് വർക്ക് എന്റെ ഫാൻസൊക്കെ പിന്നെ എന്താ പറയും ഒന്നും കേൾക്കുന്നില്ല പറയും ആണല്ലോ അയാൾക്ക് റൂം പെയിന്റ് അടിച്ചാൽ ഈ ഒരു ഭാഗം മാത്രോ ഞാൻ അയാളോട് പറഞ്ഞു ഇത് മാത്രം ഇവിടെ കസാര ഇട്ടിട്ട് ഇത് മാത്രമേ പോയിട്ടുള്ളൂ പറഞ്ഞു. സംഗതി എന്താ വെച്ചാൽ ഇപ്പൊ നമ്മ റൂം മാറല്ലേ ലാസ്റ്റ് അയാൾ 4000 റുപ്യ പറഞ്ഞു. 4000 നമ്മള് പെയിന്റ് അടിച്ചു കൊടുക്കാറ് ഞാൻ പറഞ്ഞു പെയിന്റ് അടിച്ചു കൊടുക്കില്ലേ പെയിന്റ് ഞമ്മ അടിച്ചു കൊടുക്കാൻ ഇപ്പൊ ഇത്ര പെയിന്റ് അധികം ആവൂലേ എന്തിന് ഇതിന്റെ ഒരു പെയിന്റ് കൊടുത്താൽ അവിടെ ടച്ചപ്പ് ചെയ്താൽ പോലെ വീട് മാത്രം അടിച്ചു കൊടുത്താൽ മതി മൊത്തത്തിൽ അടിച്ചു കൊടുക്കണ്ടേ അയാൾക്ക് മൊത്തമാണ് ഒരു വണ്ടി. ഏത് ഈ റൂം ഞങ്ങൾ 2 റൂം ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല പെയിന്റ് അടിച്ചിട്ടില്ല പറഞ്ഞു ഞാൻ. വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ഞമ്മ ഇറങ്ങുന്നല്ലേ അടുത്ത ആള് വരുമ്പോ അയാൾക്ക് ഇത് ക്ലീൻ ആയിട്ട് കിട്ടണം മാത്രം 11,000 ഭയങ്കര കൂടി ഈ ഒരു ഭാഗം പെയിന്റ് അടിച്ചാൽ അയാൾക്ക് 4000 റുപ്യ കൊടുക്കണമെന്നോ പറ്റൂല മോനെ പറ്റൂല പറഞ്ഞൊന്നും ചെയ്തരാ അതിന് ഇങ്ങോട്ട് പൈസ വെക്കാം അയാളെ റാക്കൊക്കെ ഒരു മാസമായിട്ടുള്ള വെച്ചിട്ട് സംഗതി എന്താ വെച്ചാല് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് റൂം മാറാം ഞങ്ങളിപ്പോ ഒരു വീട്ടിലേക്ക് മാറാം നമുക്ക് ഈ ഫ്ലാറ്റ് സെറ്റ് ആണില്ല അപ്പൊ ഈ ഓണർ ഈ വീടിന്റെ ഓണർ പറയാ വീടിന്റെ ഓണർ ഇപ്പൊ പറയാ അവർക്ക് മൊത്തത്തിൽ പെയിന്റ് അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിന്റെ ക്യാഷ് കൊടുക്കണം അപ്പൊ ക്യാഷിന് ഇപ്പൊ ഏകദേശം 11,000 ഒക്കെ വേണമെന്നാണ് അയാൾ പറയുന്നത് ഞങ്ങൾ ഇവിടെ 6 മാസമേ ഉള്ളൂ ഇനിയിപ്പോ നല്ലൊരു സ്ഥലം കിട്ടിയക്കൊണ്ട് അവിടെ ഷിഫ്റ്റ് ആവുന്നുള്ളൂ ഞങ്ങളിപ്പോ ഇവിടുന്ന് റൂം മാറാം
അപ്പോൾ വേറൊരു വീട് നോക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അവിടേക്ക് ഇപ്പോൾ അടുത്ത മാസം, അതായത് ഇത് ഏപ്രിൽ അല്ലേ, മെയ് 1 റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അവിടുത്തെ മറ്റേ വീടിന് ഓണറായിട്ട് സംസാരിക്കാനുണ്ട്. അതൊന്ന് കൺഫേം ആയാൽ പിന്നെ ഇവിടുന്ന് കെട്ടുമുട്ടൽ എടുത്തോട്ട് നേരെ പോകും. പിന്നെ ഇവിടെ തന്നെ ഒരു 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അയാൾക്കൊന്ന് ഫോൺ വിളിച്ച് നോക്കാം. മണി 11 അയാൾ ഉറങ്ങിന്ന് തോന്നുന്നു. എടുക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. 11 മണി ഫോൺ എടുക്കുന്നില്ല. ആ അമിച്ച അസ്സലാമലൈക്കും. എന്താ അമിച്ച ഒന്ന് പണി നോക്കിയിട്ടില്ല? അവർക്ക് ഓക്കെ അല്ലേ റൂം? ഡിപ്പോസിറ്റ് ഒന്നും കുറയല്ലേ? അപ്പൊ നമുക്ക് അതിൽ ഫർണിച്ചർ അങ്ങനെ എന്തെങ്കിലും ഫാൻ ലൈറ്റ് AC അങ്ങനെ ഉണ്ടോ? AC ഇല്ല അല്ലേ? ഒന്നും കിട്ടില്ല ഞങ്ങൾക്ക്. അപ്പൊ ഈ റെന്റ് എത്ര പറയുന്ന ആള്? 14 ആവില്ലേ? നിങ്ങൾ 16 അല്ലേ? 17 പറയുന്നു. 17 ആവും. 16 കിട്ടൂലേ? നിങ്ങൾ എന്നോട് പഠിത്തില്ലേ? 18 17 16 18 നില നിങ്ങൾ എന്നോട്. ആ നമുക്ക് 16 കേട്ടായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ 17 ആവും. 17 ഒന്നും പോകും. കുറക്കല്ലോ മിച്ചാല്. ഡെപ്പോസിറ്റ് ഓക്കെ. ഡെപ്പോസിറ്റ് ഒന്ന് കൊടുക്കുമ്പോ നിങ്ങൾക്ക് റെന്റ് കുറക്കുമല്ലോ. ആ 16 ഡെപ്പോസിറ്റ് ഒന്ന് ഫുള്ള് കൊടുക്കുന്നല്ലേ? ഞങ്ങൾ പിന്നെ 5 ആളുള്ള, കൂടുതൽ ആളില്ല അതെ? 4 ആൾ പറഞ്ഞാ ഓരോട് 4 ആളെന്ന് പറയാപ്പോ. 6 ആൾ ഞാൻ നിൽക്കുന്നില്ല. അങ്ങനെ 5 ആളെ നിൽക്കുന്നത്. 5 ആളെ നിൽക്കുന്നു. നോക്കണം, അങ്ങനെ നോക്കണം. ഇതിന്റെ ഓണർ പറയാടെ പറയാ തിപ്പള പതാവില്ല. ആ ഇതിപ്പോ ഈ പറഞ്ഞ കൺഫേം ആക്കാൻ ഇപ്പൊ എന്താ അഡ്വാൻസ് പേയ്മെന്റ് ആക്കണോ? സംഗതി എന്തല്ലെങ്കിൽ ഞങ്ങൾ ഡെപ്പോസിറ്റ് ഞങ്ങൾക്ക് കിട്ടുന്ന കിട്ടും. ഇതിന്റെ ഡെപ്പ് എന്താ ഈ മാസം ലാസ്റ്റിന് കിട്ടും ഞങ്ങൾക്ക്. ഈ മാസം ലാസ്റ്റിന് ഇപ്പോൾ റൂമിന്റെ ഡെപ്പ് ഞങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ ഡെപ്പിലേക്ക് പ്ലസ് ഞങ്ങൾ എക്സ്ട്രാ കൂട്ടിട്ട് തരുന്നത്. എങ്ങനെ അങ്ങനെ ആക്കാം. ഫിക്സ് ആക്കി വെക്കാം നമുക്ക്. നിങ്ങൾ നാളെ വിളിക്കേ. അത് തോക്കോ ആ റൂം തോക്കാൽ ഇപ്പൊ എടുത്ത് തോക്കും. അല്ല റൂമല്ലുണ്ടല്ലേ? അപ്പൊ നമുക്കത് എടുക്കാം. റൂമല്ലുണ്ടല്ലേ? 17 ലാസ്റ്റ് 17 പറയുന്നത്. സംസാരിച്ച് 16 ആക്കാൻ പറയുന്നത്. പ്രശ്നമല്ല. ആദ്യം അല്ല മുസ്ലിം കിട്ടും. പ്രശ്നമല്ലേ? മാറാളല്ലോ റൂമിൽ ഉണ്ടാക്കി നേരെ എടുക്കാലോ. കൂട്ടില്ല ഇപ്പയാ ഇപ്പൊ പറയില്ല. ഇന്നത്തെയാ പിന്നെ ഉണ്ടാക്കാലോ. അനക്ക് എന്താ പറയാ? നീ പറ. അനക്ക് എന്താ പറ? ഇനി നമ്മൾ ജിമ്മ് പോകുന്നു. ജിമ്മ് പോയി വരുമ്പോ 10 ആവും. ഇനി ഇവരും കൂടി ജിമ്മ് കയറി കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാറുണ്ടാവില്ല. പിന്നെ ആര് ജിമ്മിനാരല്ലേ കയറുന്ന പറയുന്നത്? ഇത് പറയണ്ടേ? ഇതേ അവസ്ഥ നമുക്ക് പി ജി ചെയ്യാം. ഓ മോനെ 500 റുപ്യ ഉണ്ടാവും. അങ്ങോട്ട് കൊടുക്കുന്ന ആൾക്കാർ ആകെ 500 ഉണ്ടാവുള്ളൂ. പ്രശ്നം നമുക്ക് വേറെ ഫുഡല്ലേ ടെൻഷൻ ആക്കി. ആര് കുഞ്ഞെടുക്കാൻ പോന്നെ? ഇത് മെഡിക്കൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ടുള്ളതാണ്. അതെടുത്തിന് പറ്റിയ വേഷം. നമുക്ക് വിരോധവും അടങ്ങേറും കാര്യങ്ങളൊന്നും ആ ഉണ്ടാവൂല. ആ പണിക്ക് ഉണ്ടാവൂല. കാത്തു നിക്കാ പണിക്ക് പോവാന്. എന്ത് അല്ല ഷിഫിന്റെ അത്ര നല്ല കുട്ടി, ഷിഫിന്റെ അത്ര നല്ല കുട്ടി വേറെ ആരുമില്ല. 3 കൊല്ലായി ജിമ്മിന് പോകുന്നാലും മനസ്സിലാ. 3 കൊല്ലായി. ഇന്നേക്കുള്ളത് കഴിഞ്ഞ് വ്ലോഗ് എടുക്കാന്ന് പറയുന്നേ അത്ര എളുപ്പമല്ല. ഇന്നത്തോടെ എനിക്കത് മനസ്സിലായി. എന്തായാലും ഇന്നത്തേക്കുള്ളത് കഴിഞ്ഞ്. അപ്പൊ ഓക്കെ, ബാക്കി നാളെ.